എളുപ്പത്തിൽ ഒരു സ്നാക്ക് ഉണ്ടാവുമെന്ന് സംശയം തന്നെ കേട്ടോ. എണ്ണ ഒട്ടും തൊടാതെ എണ്ണയിൽ മുക്കി പൊരിക്കാതെ അടിപൊളി സ്നാക്കാണ്. 5 മിനിറ്റിനുള്ളിൽ നമ്മൾക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. നമ്മളിതിലെ മെയിൻ താരം ബ്രെഡാണ്. ഇപ്പോൾ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടതായിരുന്നു. ഇതുപോലെ നല്ല മുകളിൽ നിന്നല്ല, കുറച്ച് താഴ്ഭാഗത്ത് നിന്ന് ഈ സൈഡിലേക്ക് ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 ഭാഗവും ചെയ്തെടുക്കുക. മുകളിലെ ആ പോർഷനിൽ കത്തി തട്ടരുത്. നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാനെടുത്തത് കുറച്ച് ചെറുതായി പോയിട്ടോ. കുറച്ച് വലിയ സൈസിലുള്ള പൊടിഞ്ഞു പോവാത്ത, പിന്നെ ഫ്രഷ് അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോവാത്ത നല്ല കുറച്ചൊക്കെ വലുപ്പത്തിലുള്ള ബ്രെഡ് എടുക്കായിരിക്കട്ടെ ഇതിന് ഒന്നുകൂടെ ബെറ്റർ. ഇത് ഓരോന്നിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള ഡിസൈനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ നമുക്ക് എത്ര വേണോ അത്രത്തോളം നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 4 ബ്രെഡായിട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഞങ്ങൾ 4 പേർക്ക് ഓരോന്ന് കഴിക്കാം. അപ്പോൾ ഞാനിതൊരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിത് ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലൊന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് ബട്ടർ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. നമ്മളിതിങ്ങനെ ബേക്കായിട്ട് വരുമ്പോൾ നല്ല മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടെ വരുമ്പോൾ അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓവനിലല്ല ചെയ്യുന്നത്, ഓവനില്ലാന്നുണ്ടെങ്കിൽ പാനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ആക്കി കൊടുത്തിട്ട് അതിലേക്ക് ഓരോ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അതിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് മുകളിൽ ഞാൻ കുറച്ച് ബീഫ് പൊരിച്ചതാട്ടോ. അപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ എപ്പോഴും ബീഫോ ചിക്കനൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ചിക്കനാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തതോ ഫ്രൈ ചെയ്യാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഞാൻ ബീഫ് പൊരിച്ചതാണ്ടോ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഹോൾ ഉണ്ടല്ലോ അവിടെ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് കൂടെ വരുമ്പോഴാട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇത്. പിന്നെ അതിന് മുകളിൽ നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർക്ക് ഒറിഗാനോ അതേപോലെ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഒറിഗാനോ അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ആ ചീസ് ഒന്ന് മെൽട്ടാവുന്ന വരെ ഒന്ന് മാത്രം വെച്ചാൽ മതി കേട്ടോ. മുകൾ ഭാഗമൊക്കെ ബ്രെഡിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വരും. ആ രീതിയിലാവുമ്പോൾ നമുക്ക് എടുക്കാം. നല്ല ടേസ്റ്റാണ്. ചൂടോട് കൂടെ തന്നെ കഴിക്കേണ്ട. നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഉണ്ടാക്കിയെടുത്താൽ മതി. അത്രയും സിമ്പിളല്ല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് തൊട്ട് മുന്നേ ഉണ്ടാക്കിയെടുത്താൽ മതി. നല്ല ടേസ്റ്റുമാണ്. നോമ്പിനൊക്കെ പലഹാരം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ പലഹാരമായിരിക്കുമല്ലോ എല്ലാവരും ഈ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് തപ്പി നടക്കുന്നത്. അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്